സമസ്ത ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ നയപരമായി നടപ്പാക്കേണ്ടതാണെന്നും UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് പരിശോധിക്കണമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി ഒരു ചെറിയ സംഘടനയാണെന്നും അവരുടെ പിന്തുണ LDF രാഷ്ട്രീയ ആയുധമാക്കുന്നത് അവർക്ക് മറ്റ് പലതും മറച്ചുവെക്കാനുള്ളതുകൊണ്ടാണെന്നും PK ഫിറോസ് പറഞ്ഞു. യൂത്ത് ലീഗിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് ഉള്ളതല്ല, UDF 100ലേറെ സീറ്റുകൾ നേടുക എന്നുള്ളതാണ് പ്രധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് പ്രധാനം എന്നും അതുകൊണ്ട് തന്നെ 3 ടേം വ്യവസ്ഥ പ്രായോഗികമല്ലെന്നും PK ഫിറോസ് അഭിപ്രായപ്പെട്ടു. മലപ്പുറത്ത് ന്യൂസ് 18നോട് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന നേതാക്കൾ. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും PK ഫിറോസും ഒക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ യൂത്തിന് വേണ്ടി യൂത്ത് സ്കാനും യൂത്ത് കോൺക്ലേവും ഒക്കെ സംഘടിപ്പിച്ച് അവരെ അഡ്രസ്സ് ചെയ്യാനാണല്ലോ ശ്രമിക്കുന്നത്, അല്ലേ? തീർച്ചയായും യുവാക്കൾ ഇവിടെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യുക, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. അതിന് ഒരുപാട് എക്സ്പേർട്ടുകളെയും അതുപോലെ യുവാക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട്. അതുപോലെ യൂത്ത് സ്കാൻ എന്ന് പറഞ്ഞ യുവാക്കളുടെ അടുത്ത് പോയി അവർ QR കോഡ് കൊടുത്ത് സ്കാൻ ചെയ്ത് ചോദ്യാവലികൾ കൊടുക്കും. അതിൽ അവർക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് അതിലൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അടുത്ത 5 വർഷം യുവാക്കളെ എങ്ങനെ ശാക്തീകരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. യൂത്ത് ലീഗ് അഡ്രസ്സ് ചെയ്യുന്ന യുവത്വത്തെയാണ്. സ്വാഭാവികമായിട്ടും യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളപ്പോൾ നേതൃത്വം അംഗീകരിക്കുന്നത് കരുതുന്നുണ്ട്. കൂടുതൽ സീറ്റ് എപ്പോഴും എല്ലാ തവണയും ചർച്ചകൾ വരുന്നതാണ്. കഴിഞ്ഞ തവണ 3 സീറ്റിലാണ് യൂത്ത് ലീഗ് മത്സരിച്ചത്. ഇത്തവണ അതിലധികം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ല, ഈ 3 സീറ്റ് കഴിഞ്ഞ തവണ വന്നുള്ളത് വലിയ ഒരു റേഷ്യോ തന്നെയാണ്. കാരണം 27 സീറ്റിലാണ് നിങ്ങൾ മത്സരിച്ചത്. അതിൽ യുവാക്കളുണ്ട്, അതുപോലെ മറ്റ് കഴിവുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇത്തവണയും ത്രിതല പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മത്സരിച്ച യുവാക്കളാണ്. അതുകൊണ്ട് ഈ ഒരു തവണയും യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവും, അംഗീകാരം ഉണ്ടാവും. നമുക്കുള്ള അർഹതയ്ക്കുള്ള അംഗീകാരം ഞങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എത്ര സീറ്റ് കിട്ടും? എങ്ങനെ യൂത്ത് ലീഗിന് എത്ര സീറ്റ് കിട്ടുമെന്നല്ല, UDFന് 100ലധികം സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളിപ്പോൾ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യൂത്ത് ലീഗിന് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ പാർട്ടി പരിഗണിക്കുമെന്ന കഴിഞ്ഞ കാലങ്ങളിൽ പരിഗണിച്ചിട്ടുണ്ട്. ഇത്തവണയും പാർട്ടി അത് പരിശോധിച്ച് പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 3 ടേം വ്യവസ്ഥ എപ്പോഴും ചർച്ച ചെയ്ത ഒന്നാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്തതാണ്. ഇത്തവണ അതിൽ ഒരുപാട് പേർക്ക് ഇളവ് നൽകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുള്ളൂ എന്ന് അറിയാം. എങ്കിൽ പോലും അത്തരത്തിലൊരു ഇളവ് നൽകുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതായത് 3 ടേം എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ പരിചയസമ്പന്നർ കൂടി നിയമസഭകത്ത് വേണ്ടിവരും. ഇപ്പോൾ ലോക്കൽ ബോഡിയെ പോലെ അല്ല നിയമസഭ എന്ന് പറയുന്നത്, കുറച്ചുകൂടി വലിയൊരു ബോഡിയാണ്. അതിനകത്ത് പരിചയസമ്പന്നർ വേണം. അത് മാത്രമല്ല, അപ്പോൾ 3 ടേം ഒരാളിപ്പോൾ ഒരു തവണ MLA ആയാൽ 3 ടേം വരെ നിർബന്ധമായിട്ടും അയാളെ മത്സരിപ്പിക്കണം എന്നുമില്ല. അയാളുടെ പെർഫോമൻസ് നോക്കി ഇപ്പോൾ ഒരു ടൈമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കുറവാണെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്? അപ്പോൾ പാർട്ടി പരിശോധിക്കേണ്ടത് പെർഫോമൻസ്, അതുപോലെ തന്നെ പരിചയസമ്പത്ത്, അതുപോലെ തന്നെ നിയമസഭയിലും അതുപോലെ പാർട്ടിക്കും അവർക്ക് നൽകാൻ കഴിയുന്ന കോൺട്രിബ്യൂഷന്, കേരളത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണ് യൂത്ത് ലീഗിനുള്ളത്. ഇടതുപക്ഷ എല്ലാ പ്രസംഗങ്ങളിലും ജമാഅത്തെ മുൻനിർത്തിയാണ് UDFനെ ആക്രമിക്കുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞത് കേട്ടു ജമാഅത്തിൽ ചെറിയൊരു സംഘടനയാണ് എന്നുള്ളത്. ശരിക്കും ചെറിയ സംഘടനയാണ് ജമാഅത്ത്. ഒരു വലിയ വിഭാഗത്തെ സ്വാധീനിക്കാൻ ശക്തി അവർക്കില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർഷിപ്പ് തന്നെ എടുത്താൽ ഇപ്പോൾ കേരളം പോലെയുള്ള 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർഷിപ്പ് അവർ തന്നെ അവകാശപ്പെടുന്നത് 3000 മറ്റുമാണ് അവരുടെ ആക്റ്റീവായിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറ്റ് പാർട്ടികൾക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ചെറിയ പാർട്ടിയാണ്, സംശയമില്ല. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയാണോ? കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ജമാഅത്തെ ഇസ്ലാമി. ഇത് നരേന്ദ്രമോദിയുടെ ഒരു പൊളിറ്റിക്കൽ ലൈനാണ്. ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അഹമ്മദ് പട്ടേൽ പാകിസ്ഥാൻ്റെ സഹായത്തോടെ മുഖ്യമന്ത്രിയാവുന്ന ഗുജറാത്തിൽ പോയി പ്രസംഗിക്കുക. UPയിൽ പോയിട്ട് പറയുക റമദാന് മാത്രമല്ല കറണ്ട്, ദീപാവലിക്കും കറണ്ട് വേണമെന്ന് പ്രസംഗിക്കുക. സമാനമായ രീതിയിലാണ് മലപ്പുറത്തെയും കാസർകോട്ടെയും ജയിച്ച ആളുടെ പേര് നോക്കിയാൽ അവിടുത്തെ വർഗീയത മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് CPMൻ്റെ ഒരു മന്ത്രി പ്രസംഗിക്കുന്നത്. മലപ്പുറത്തേക്ക് കള്ളപ്പണവും സ്വർണവും വരുന്നത് രാജ്യദ്രോഹ പ്രവർത്തനത്തിനാണ് എന്ന് മുഖ്യമന്ത്രി ഹിന്ദുവിൽ അഭിമുഖം കൊടുക്കുന്നത്. വിവാദമായപ്പോൾ അത് PR ഏജൻസിയാണെന്ന് പറഞ്ഞ് തടിയൂരിയത്. അങ്ങനെ നിരന്തരമായി ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു പോസ്റ്ററായിട്ടാണ് CPM നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അതുപോലെ UDFൻ്റെ പോരായ്മകളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല. അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും കേരളത്തിൽ മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, മാറാട് കലാപം വീണ്ടും ആവർത്തിക്കുന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചൊരു ഫിയർ ഉണ്ടാക്കുക. ഇസ്ലാമോഫോബിയ
നരേന്ദ്രമോദി ആയുധമാക്കുന്നത് പോലെ RSS ആയുധമാക്കുന്നത് പോലെ ഒരു ഫിയർ ഉണ്ടാക്കി ആ ഫിയറിൽ നിന്ന് വോട്ട് നേടാൻ സാധിക്കും എന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയാണ്. ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിച്ചപ്പോൾ തളങ്കരയിലേക്ക് പോകുമ്പോൾ പുട്ടും വായിക്കുന്നു ഉണ്ണിത്താൻ എന്ന് വ്യാജ പ്രചരണം നടത്തി ഒരു വീഡിയോ ഉണ്ടാക്കി. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. കോഴിക്കോട്ട് കരീം ഖാൻ എന്നുള്ള പോസ്റ്റർ ഇറക്കി. ആ പോസ്റ്റർ ഇറക്കിയതുപോലെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പോസ്റ്ററായിട്ട് നടക്കുകയാണ് CPM. അതിനെയും കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെടും. അങ്ങ് അറിയപ്പെടുന്ന ഒരു ആധ്യാത്മിക ഒരുപാട് പേർ ആദരിക്കുന്ന വ്യക്തിയോടെയാണ് ചോദിക്കുകയാണ്. സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് പ്രായോഗികമായിട്ട് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണോ, അല്ലെങ്കിൽ നടപ്പാക്കാൻ സാധ്യതയുള്ളതാണോ UDF വന്നു കഴിഞ്ഞാൽ? അല്ല, സമസ്ത ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അവരുടേതായ ഒരു സംഘടനാ നിലക്ക് ഒരു ഇസ്ലാമിക ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അവരുടെ ആവശ്യങ്ങൾ അത് സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആവശ്യങ്ങൾ സർക്കാർ അത് ചെയ്യാൻ പിന്നെ താല്പര്യപ്പെടും. ഒരു സംഘടന പറയുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സർക്കാരാണ്. അപ്പോൾ അത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വേറെ പിന്നെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. UDF വന്നാൽ അതിന് സാധ്യതയുണ്ട്, അങ്ങനെ പറയാം അല്ലേ? എങ്ങനെ UDF വന്നു കഴിഞ്ഞാൽ സമസ്ത മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതെ, അത് അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് സർക്കാർ എന്താണോ അതിനെ മെറിറ്റും ഡിമെറിറ്റൊക്കെ നോക്കി അത് ആവശ്യമാണെങ്കിൽ അത് നല്ല രീതിയിൽ അത് സ്വീകാര്യമാണെങ്കിൽ അത് സർക്കാർ ചെയ്യുന്നുള്ളതാണ്. ആണെങ്കിലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ട് നേതാക്കൾ മുന്നോട്ട് പോവുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.